ഹലോ ഡിയേഴ്സ്, നമ്മളിന്നൊരു ഹെയർ കെയർ ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്നുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കരിഞ്ചീരകം, മഞ്ചിഷ്ട. കരിഞ്ചീരകം നമുക്ക് ഈ അങ്ങാടി കടകളിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അതിനൊക്കെ വലിയ അധികം വിലയൊന്നും ഇല്ലാത്തതാണ്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് നീലയാമരിപ്പൊടി. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വെളിച്ചെണ്ണ, ഇപ്പോൾ ഞാൻ എടുക്കുന്ന 1/2 ലിറ്ററിൻ്റെ വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ 1/2 ലിറ്ററാണ് വെളിച്ചെണ്ണ. പിന്നീട് വേണ്ടത് ചീവയ്ക്കാപ്പൊടി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ 2 സ്പൂൺ കരിഞ്ചീരകം എടുക്കുക. കരിഞ്ചീരകം പൊടിച്ചെടുക്കണമെന്നില്ല, നമുക്കിങ്ങനെ തന്നെ നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പൊടിയായിട്ടുള്ളത് പൊടിയായിട്ട് തന്നെ എടുക്കുന്നത്, മറ്റേതൊന്നും ഞാൻ പൊടിക്കുന്നില്ല. കരിഞ്ചീരകം എടുക്കുക. മഞ്ചിഷ്ട കുറച്ച് കഷ്ണങ്ങൾ എടുക്കുക, 5-6 കഷ്ണങ്ങൾ എടുക്കുക. 1 സ്പൂൺ നീലയാമരിപ്പൊടി. നീലയാമരിപ്പൊടി ഒരുപാട് ചേർക്കണമെന്നില്ല, 1 സ്പൂണോളം മതി. 1 സ്പൂൺ ചീവയ്ക്കാപ്പൊടി. ഇത്രയുമാണ് നമ്മൾ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് ഒന്നെങ്കിൽ കാച്ചി എടുക്കാം, ഇല്ലെങ്കിൽ കാച്ചാതെ തന്നെ എടുക്കാം. കാച്ചി എടുക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. ഇപ്പോൾ കാച്ചാനായിട്ട് ബുദ്ധിമുട്ടില്ല, ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണ്, കാച്ചാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയും വസ്തുക്കൾ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 10 ദിവസം വെക്കുക. അതിനുശേഷം അത് അരിച്ച് ഉപയോഗിച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, കോക്കനട്ട് ഓയിലിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. വെളിച്ചെണ്ണക്ക് നല്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഹെയർ ഫാൾ കുറയ്ക്കാനും, മുടി വളരാനും, ഡാൻഡ്രഫ് ഇല്ലാതാക്കാനും, സ്പ്ലിറ്റ് എൻഡ്സ് ഇല്ലാതാക്കാനും, മുടിക്ക് നല്ല നാച്ചുറലായിട്ട് തിളക്കം ഉണ്ടാക്കാനും, സോഫ്റ്റ്നെസ്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മിശ്രിതം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് കരിഞ്ചീരകമുണ്ട്. നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ഹെയർ റൂട്ട്സ് നല്ല ശക്തമാക്കാനും അതിലൂടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ എന്തെങ്കിലും അകാല നരകളൊക്കെ വരുന്നവരുണ്ടല്ലോ, അപ്പോൾ അകാല നരകൾ ഇല്ലാതാക്കാനും നാച്ചുറൽ ഒരു ഗ്ലോയ്ക്കൊക്കെ സഹായിക്കുന്നതാണ് കരിഞ്ചീരകം. അതുപോലെ തന്നെ മഞ്ചിഷ്ടയാണെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയാൻ സഹായിക്കും, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടൊക്കെ സഹായിക്കും. പിന്നെ ചീവയ്ക്കാപ്പൊടി, അത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നന്നായിട്ട് വൃത്തിയാകാനായിട്ട് സഹായിക്കുന്നതാണ് ചീവയ്ക്കാപ്പൊടി. ഒരു നാച്ചുറൽ ഷൈനും ഒരു സ്മൂത്ത്നെസ്സും നൽകുന്നു. ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ സ്കാൽപ്പിനെ ഹെൽത്തി ആക്കാനായിട്ടൊക്കെ സഹായിക്കും. ഇതൊരു നാച്ചുറൽ കണ്ടീഷണറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചീവയ്ക്കാപ്പൊടി മാത്രമായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഹെയറിൽ ഒരുപാട് മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എണ്ണ കാച്ചെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് തിള വരും. തിള വന്നിട്ടിങ്ങനെ നമുക്ക് കാണാൻ പറ്റും, നന്നായിട്ട് തിള വരും. ആ തിള വന്നതിന് ശേഷം അതിൻ്റെ പതകളൊക്കെ ഒന്ന് അടങ്ങി കഴിയുന്നത് വരെയാണ് നമ്മളതിൻ്റെ പാകമെന്ന് പറയുന്നത്. അതിന് ശേഷം അത് നമ്മൾ അരിച്ചെടുക്കുക. അരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മട്ടൊക്കെ മാറ്റിയെടുക്കുക. ഇതുപോലെ മട്ട കിട്ടും, അത് മാറ്റിയെടുക്കുക. കണ്ടില്ലേ, അത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിലും കുറച്ച് എണ്ണയുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മളിതൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.